അവസ്ഥ വന്നു. ഒരു ദിവസം യശോദ പാൽ കാച്ചി ഉറിയിൽ വെച്ച് അപ്പുറത്തേക്ക് പോയ സമയത്ത് ഉണ്ണിക്കണ്ണ അടുക്കളയിലെത്തി. അമ്മ അറിയാത്ത പാൽക്കലം എടുക്കാൻ നോക്കി. കൈ എത്തുന്നില്ല. ഭഗവാന്റെ ഓരോ ലീലകൾ നോക്കണേ. മുമ്പ് 3 അടി കൊണ്ട് 3 ലോകവും വളർന്ന ഭഗവാന് ഈ പാൽക്കുടത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഒടുവിൽ അവിടെ കിടന്ന ഉരൽ ഉരുട്ടിക്കൊണ്ടുവന്ന് അതിന്മേൽ കയറി നിന്നു. അപ്പോഴും പാൽക്കലത്തിലേക്ക് കൈയെത്തുന്നില്ല. അവിടെ കിടന്ന ഒരു പീഠം എടുത്തുകൊണ്ട് വന്ന് ഉരലിൻ്റെ മീതെ വെച്ചു. ഉരലിന്മേലുള്ള പീഠത്തിൽ കയറി ഉറിയിൽ പിടിച്ചു. അപ്പോഴേക്കും ഉരലിൻ്റെ മുകളിലുള്ള പീഠം ഉരുണ്ട് താഴെ വീണു. കണ്ണൻ ഉറിയിൽ നിന്ന് പിടുത്തം വിടാത്തതുകൊണ്ട് ഉറിയിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാൻ തുടങ്ങി. താഴേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ പേടിച്ച് കരയാൻ തുടങ്ങി. കൂടെയുണ്ടായിരുന്ന ഗോപന്മാർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കുട്ടികൾ ഓടിച്ചെന്ന് യശോദയോട് വിവരം പറഞ്ഞു. യശോദ അത് കേട്ട് പരിഭ്രമിച്ച് ഗോപശ്രീകളുമായി ഓടി വന്നു. കണ്ണൻ ഉറിയിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് യശോദയും ഗോപശ്രീകളും മൂക്കത്ത് വിരൽ വെച്ച് നിന്നുപോയി. കരഞ്ഞു കണ്ണീർ വാർക്കുന്ന കണ്ണനെ യശോദ ഓടിച്ചെന്ന് കണ്ണുനീർ തുടച്ച് ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഗോപന്മാരോട് പറയുകയാണ്, ഇവൻ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്താണ് ചെയ്യുക? നിങ്ങൾ തന്നെ പറയുക. ചെറിയ കുട്ടിയല്ലേ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. നമ്മൾ അതുവരെ ക്ഷമിക്കുകയേ നിവർത്തിയുള്ളൂ, അവർ പറഞ്ഞു. യശോദ മകനെ മടിയിലിരുത്തി അവനോട് ചോദിക്കുകയാണ്, മകനെ, നിനക്കിങ്ങനെ ഓരോ കഥയില്ലായ്മകൾ ചെയ്യാൻ എന്താണ് കാരണം? നീ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. നിനക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ? ഇത് കേട്ട് അമ്മയെ മയക്കുന്ന രീതിയിൽ നോക്കിയിട്ട് പറയുകയാണ്, അമ്മ കുളിക്കാനായി വേഗത്തിൽ പോയപ്പോൾ പാലും വെണ്ണയും ഉറിയിൽ അടച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയാനായി ഞാൻ കയറി നോക്കിയതാണ്. ഞാൻ പറയുന്നത് കള്ളമല്ല അമ്മേ. അമ്മ രാവും പകലും കഷ്ടപ്പെട്ടുണ്ടാക്കി കാച്ചി സൂക്ഷിച്ച പാലും വെണ്ണയും പൂച്ചകൾ കട്ടു തിന്നു പോകുന്നത് കഷ്ടമല്ലേ എന്നോർത്തപ്പോഴാണ് ഞാനിങ്ങനെ ചെയ്തത്. അല്ലാതെ മറ്റു പിള്ളേരെ പോലെ കട്ടു തിന്നാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. അച്ഛൻ ഇന്നലെ എന്നെ മടിയിലിരുത്തി പറഞ്ഞതാണ്, നല്ല നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കണമെന്ന്. അത് അമ്മയും കേട്ടതല്ലേ. അതുകൊണ്ട് ഇനി മുതൽ ദിവസവും പാലും വെണ്ണയും സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചാൽ മതി. പൂച്ച തിന്നാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് വേണ്ടത്ര പാലും വെണ്ണയും അമ്മ തരുന്നുണ്ടല്ലോ, എനിക്കത് മതി. എന്നിട്ട് അവൻ വീണ്ടും പറയുകയാണ്, അമ്മ എനിക്ക് വെണ്ണ തന്നില്ലല്ലോ എന്ന്. അപ്പോൾ യശോദ പോയി കുറച്ച് വെണ്ണ കൊണ്ടുവന്ന് ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തു. അമ്മ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു കയ്യിൽ മാത്രം വെണ്ണ കൊടുത്താൽ മറ്റേ കൈക്ക് വിഷമം വരില്ലേ? പുത്രൻ്റെ ഈ വാക്സാമർത്ഥ്യം കണ്ട് യശോദ വിസ്മയിപ്പിച്ചു നിന്നു. എന്നിട്ട് മറ്റേ കയ്യിലും വെണ്ണ വെച്ചു കൊടുത്തു. ഉണ്ണി പെട്ടെന്ന് ആ വെണ്ണ തിന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, കഷ്ടമായി, എൻ്റെ കയ്യിൽ വെണ്ണ കാക്ക കുത്തിക്കൊണ്ടുപോയി. ഇങ്ങനെ പറഞ്ഞ് കരയാൻ തുടങ്ങി. യശോദയ്ക്ക് കണ്ണൻ്റെ സൂത്രം പിടികിട്ടി. എങ്കിലും കുറച്ചു വെണ്ണയും കൂടി വന്ന് കണ്ണൻ്റെ 2 കൈയിലും ഒപ്പം വെച്ചു കൊടുത്തു. കണ്ണൻ സന്തോഷത്തോടെ ആ വെണ്ണയും കഴിച്ചു. എന്നിട്ട് പറയുകയാണ്, അമ്മ തന്ന വെണ്ണ നേരത്തെ കഴിച്ച വെണ്ണയുടെ മുകളിൽ തടഞ്ഞു നിൽക്കുകയാണ്. ഇത്തിരി പാൽ കുടിച്ചാലേ അത് മാറുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉണ്ണി കണ്ണു തുറിച്ച് പരിഭ്രമിച്ച് ഞെരിപിരി കൊള്ളാൻ തുടങ്ങി. അമ്മ പെട്ടെന്ന് ചൂടുള്ള പാൽ എടുത്തു കൊണ്ടുവന്ന് അവനെ തലോടാൻ തുടങ്ങി. എൻ്റെ മോനുണ്ടായ വിഷമം മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല എങ്കിൽ അമ്മ എനിക്ക് വെണ്ണയും പാലും ഒന്നും തരില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിച്ച് എൻ്റെ വയറ് നിറഞ്ഞു. പല ഗോപശ്രീകളും പരാതിയുമായി യശോദയുടെ അടുത്തെത്താറുണ്ട്. അമ്മ കണ്ണനെ വിളിക്കും. അടുത്ത് വന്നു നിൽക്കുന്ന കണ്ണൻ്റെ ഭാവം കാണുമ്പോൾ അമ്മയുടെ മനസ്സലിയും. അവർ പരാതിക്കാരെ സമാധാനിപ്പിച്ചയക്കും. ഒരു ദിവസം ഒരു ഗോപശ്രീ യശോദയോട് പറയുകയാണ്, ഞാൻ എൻ്റെ മകന് കൊടുക്കാനായി പായസമുണ്ടാക്കി ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചു. മകനെ വിളിക്കാൻ പോയ സമയത്ത് കണ്ണൻ കൂട്ടുകാരുമായി വന്ന് ആ പായസം മുഴുവൻ കഴിച്ച് ആ പാത്രത്തിൽ ചാണകം നിറച്ചു വെച്ചു. എന്നിട്ട് എല്ലാവരും ഓടിപ്പോയി. മകന് പായസം കൊടുക്കാൻ പാത്രം എടുത്തപ്പോൾ കണ്ട കാഴ്ച എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇങ്ങനെ അവൻ ചെയ്യുന്ന വികൃതികൾക്ക് കണക്കില്ല. അവനെ കണ്ടാൽ ഇത്ര വികൃതിയാണെന്ന് തോന്നുമോ? ഗോപശ്രീകളിൽ ഒരാൾ കണ്ണൻ്റെ മറ്റൊരു വികൃതിയെപ്പറ്റി പരാതി പറഞ്ഞു. കണ്ണ് കാണാനും നടക്കാത്തതുമായ ഒരു വൃദ്ധൻ അടുത്ത വീട്ടിൽ കുറേ നാളുകളായി കിടപ്പിലാണ്.
അയാൾ പണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. അയാളെ ഒന്ന് കാണാൻ പോകാമെന്ന് കരുതി. പോകുമ്പോൾ അയാൾക്ക് കൊടുക്കാനായി കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി പാത്രത്തിലാക്കി ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചു. സഖിമാർ എത്തിയിട്ട് ഒരുമിച്ച് പോകാമെന്ന് കരുതി ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് കണ്ണൻ കൂട്ടുകാരുമായി വന്ന് ആ അപ്പം മുഴുവൻ തിന്ന് ചാണകം കൊണ്ട് ഉരുളകളുണ്ടാക്കി പാത്രത്തിൽ നിറച്ച് വെച്ച് കളിക്കാൻ പോയി. കൂട്ടുകാർ വന്നപ്പോൾ ഞാൻ പാത്രമെടുത്ത് വൃദ്ധനെ കാണാൻ പോയി. വൃദ്ധൻ്റെ കയ്യിൽ പാത്രം കൊടുത്തപ്പോൾ അതിൽ എന്താണെന്ന് ചോദിച്ചു. അതിൽ അപ്പമാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ സന്തോഷത്തോടുകൂടി കൊതിയോടെ പാത്രത്തിൽ നിന്ന് ഒരെണ്ണമെടുത്ത് കഴിക്കാൻ തുടങ്ങി. എന്താണിത്? ഇതിന് ചാണകത്തിൻ്റെ ഗന്ധമുണ്ടല്ലോ, അയാൾ ചോദിച്ചു. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരെണ്ണമെടുത്ത് നോക്കുവാൻ പറഞ്ഞു. പിന്നെ അയാൾ ചുമച്ച് ഛർദ്ദിക്കുവാൻ തുടങ്ങി. ദുസ്വാദ് സഹിക്കാനാവാതെ കുരങ്ങനെ പോലെ ഓരോ ഗോഷ്ഠികൾ കാണിക്കാനും തുടങ്ങി. പാത്രത്തിലുണ്ടായിരുന്നതെല്ലാം എടുത്ത് ഞാൻ ആരെയും നോക്കാതെ തല കുമ്പിട്ട് അവർ പറയുന്ന ചീത്തയും കേട്ട് നാണിച്ചിറങ്ങിപ്പോന്നു. നിന്റെ മകൻ്റെ ഇത്തരം വികൃതികൾ ക്ഷമിക്കാൻ പറ്റുന്നതാണോ? നീ തന്നെ പറയൂ. ഇതെല്ലാം കേട്ട് മകൻ്റെ മുഖത്ത് നോക്കി യശോദ പറയുകയാണ്, ഞാൻ ഇവനെ എന്താണ് ചെയ്യേണ്ടത്? ഇവൻ ഇത്തിരിയല്ലേ ഉള്ളൂ, പറഞ്ഞാൽ മനസ്സിലാക്കുന്ന അറിവുമായിട്ടില്ല. കുറച്ച് നാൾ കൂടി നിങ്ങളെല്ലാവരും ഇവൻ്റെ വികൃതികൾ ക്ഷമിക്കണം. ഇവനെ സ്നേഹിച്ച് ലാളിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഞാൻ എന്താണ് പറയുക? കണ്ണനുണ്ടാക്കുന്ന നഷ്ടങ്ങൾക്കൊക്കെ ഞാൻ പരിഹാരം കാണും. മൺകലം ഉടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പകരം വേറെ മൺകലം തരാം. വെൺകലമാണ് തീർത്തതെങ്കിൽ ഞാൻ പൊൻകലം തരാം. കുടം, കിണ്ണം, വെള്ളി, കിണ്ടി, ഇങ്ങനെ എന്തെല്ലാം നാശമുണ്ടായിട്ടെങ്കിൽ ഞാൻ അതിന് പകരമായി ഇഷ്ടം പോലെ പാത്രങ്ങൾ തരാം എന്ന് പറഞ്ഞ് യശോദ അവരെ ആശ്വസിപ്പിച്ചു. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു. കണ്ണനെ എടുത്ത് നന്നായിട്ട് വരട്ടെ എന്ന് ആശ്വസിപ്പിച്ച് അവർ സന്തോഷത്തോടെ യാത്രയാക്കി.